നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ആറ്റുകാൽ പൊങ്കാലയാണ് നാളെ രാവിലെ 9:45 ശുദ്ധ പുണ്യാഹ ചടങ്ങോടെയാണ് പൊങ്കാല തുടങ്ങുന്നത്. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നഗരത്തിൽ വിലയേറിയ ടൈലുകൾ പാകിയ ഭാഗത്ത് അടുപ്പുകൾ കൂട്ടരുത് എന്ന് തിരുവനന്തപുരം നഗരസഭ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കൊടും വേനൽ കണക്കിലെടുത്ത് അകലം പാലിച്ച് അടുപ്പ് കൂട്ടണമെന്നും നിർദ്ദേശമുണ്ട്. നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്ന് അറിയപ്പെടുന്നത്. ഭക്തസഹസ്രങ്ങൾ എത്തുന്ന തലസ്ഥാനത്ത് പൊങ്കാലയർപ്പണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. വിവിധ സർക്കാർ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്കങ്ങൾക്ക് പുറമെ വിവിധ സംഘടനകളും പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിനായി തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം തെക്കുമാറി ആറ്റുകാൽ എന്ന സ്ഥലത്ത് കിള്ളിയാറിന്റെ തീരത്തായാണ് ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ഉത്സവമായ പൊങ്കാല മഹോത്സവത്തെ ഒരിക്കൽ കൂടി ഭക്തിപുരസ്സരം വരവേറ്റിരിക്കുകയാണ് തലസ്ഥാന നഗരം. മകരം കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിന്റെ 9ാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല. സ്ത്രീയുടെ 3 ഭാവങ്ങളും ഇവിടെ സമന്വയിച്ചിരിക്കുന്നു. സർവം സഖയായ അമ്മ, പ്രതികാരം കൊണ്ട് ജ്വലിക്കുന്ന ദുർഗ, സ്നേഹമയിയായ ഭാര്യ. ഇതിൽ മാതൃഭാവത്തിലാണ് അമ്മയെ ആറ്റുകാലിൽ കുടിയിരുത്തിയിരിക്കുന്നത്. ആറ്റുകാലിലും ശാന്തസ്വരൂപിണിയായ അമ്മയുടെ സ്ഥിരപ്രതിഷ്ഠയാണ് ഉള്ളത്. സ്വയംഭൂ എന്ന് സങ്കല്പിക്കാവുന്ന അതീതകാലങ്ങളിൽ എന്നോ ഉരുവായ ദേവീ സാന്നിധ്യം. അധസ്ഥിത സമൂഹത്തിന്റെ ഹൃദയശോഭയിൽ നിന്നാണ് അമ്മയുടെ മുടിപ്പുര വളർന്നത്. നാടെങ്ങുമുള്ള കീഴ്ജാതിക്കാരായ സാധുജനങ്ങളും കർഷകരും പരിതാപകരമായ ജീവിത പരിതോവസ്ഥകളിൽ കഴിഞ്ഞ പാവങ്ങളും കണ്ണീരും കാണിക്കയും വെച്ച് ഉള്ളുരുകിയ നൈവേദ്യം നൽകി ദേവിയെ തോറ്റി വളർത്തിയതാണ് നാം ഇന്ന് കാണുന്ന ആറ്റുകാൽ. പൊങ്കാലയിടാൻ കോട്ടൺ കോടി വസ്ത്രമാണ് ഏറ്റവും ഉത്തമമായത് എന്ന് പറയുന്നു. ഇതിന് കഴിയാത്തവർ അലക്കി വൃത്തിയാക്കിയ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കേണ്ടതാണ്. ശരീരശുദ്ധിയും മനസ്സിന്റെ ശുദ്ധിയുമാണ് ഏറ്റവും പ്രധാനം. നല്ല വാക്ക്, നല്ല ചിന്ത, നല്ല പ്രവൃത്തി എന്നിവയോടെ വേണം പൊങ്കാലയിടാൻ. കലത്തിലാണ് സാധാരണ പൊങ്കാലയിടുന്നത്. കാരണം മണ്ണ് ശരീരത്തെയും കലം താഴികക്കുടത്തെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത്. ഞാൻ എന്ന അഹംഭാവം വെടിഞ്ഞ് ആത്മസമർപ്പണം നടത്തേണ്ടതുണ്ട്. മൺകലം മനുഷ്യ ശരീരവും പായസം മനസ്സുമാണത്രേ. അഗ്നിയുടെ ചൂടുകൊണ്ട് അരി തിളച്ചുമറിയുന്നു. മനസ്സ് നിഷ്കളങ്കമാകുമ്പോഴാണ് പായസം ദേവിക്ക് നിവേദിക്കുന്നത്. പഞ്ചഭൂതം കൊണ്ടുള്ള ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാമക്രോധ ലോഭ മോഹ മതമാത്സര്യം എന്നീ ദുഷ്ടതകളാൽ മറച്ചു വച്ചിരിക്കുകയാണ്. ഇവ തിളച്ചു മറിഞ്ഞ് ആവിയായി അമ്മയുടെ കാലിൽ അർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല. ആഹാരം അവസാനിക്കാത്ത അക്ഷയപാത്രമാണ് മൺകലം. അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന അഷ്ടദ്രവ്യ പൊങ്കാല വളരെ സവിശേഷത ഉള്ളതാണ്. ആദിലക്ഷ്മി, ഗജലക്ഷ്മി, വിദ്യാലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, സന്താനലക്ഷ്മി, വിജയലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി എന്നിങ്ങനെയുള്ള ലക്ഷ്മി ഐശ്വര്യത്തിനാണ് അഷ്ടദ്രവ്യ പൊങ്കാലയുടെ പൊരുൾ പറയുന്നത്. ദേവീ പാദപത്മങ്ങളിൽ നമ്മുടെ ദുരിതങ്ങളും പുണ്യവും സമർപ്പിക്കുന്ന ചടങ്ങ് കൂടിയാണ് പൊങ്കാല. സൂര്യന്റെ നിറമുള്ള കലമാണ് പുത്തൻ കലത്തിൻ്റേത്. കിഴക്കോട്ട് നോക്കി നിന്ന് വേണം പൊങ്കാലയ്ക്ക് അരിയിടേണ്ടത്. വ്യാഴാഴ്ച രാവിലെ 10:15 ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാരയടുപ്പിൽ തീ പകരും. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നൈവേദ്യം. വൈകിട്ട് 7:45 കുത്തിയോട്ട നേർച്ചക്കാർക്കുള്ള ചൂരൽകുത്ത്. 582 ബാലന്മാരാണ് ഇക്കുറി കുത്തിയോട്ടത്തിനുള്ളത്. രാത്രി 11:15 മണക്കാട് ശാസ്താക്ഷേത്രത്തിലേക്ക് ദേവിയെ എഴുന്നള്ളിക്കും. വെള്ളിയാഴ്ച രാവിലെ എഴുന്നള്ളത്ത് തിരിച്ച് ക്ഷേത്രത്തിലെത്തും. രാത്രി 10 മണിക്ക് കാപ്പഴിച്ച് കുടിയിളക്കിയ ശേഷം രാത്രി 1 നടക്കുന്ന കുരുതി സമർപ്പണത്തോടെ പൊങ്കാല ഉത്സവം സമാപിക്കും. പൊങ്കാല ഇടുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി അടുപ്പ് മണ്ണെണ്ണ പോലുള്ള ദ്രവ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് കത്തിക്കരുത്. പെട്രോൾ പമ്പുകൾ, ട്രാൻസ്ഫോർമറുകൾ എന്നിവയ്ക്ക് സമീപം അടുപ്പ് കത്തിക്കരുത്. നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിച്ചു മാത്രം അടുപ്പ് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൊങ്കാലയിടുന്ന ഒരാൾക്ക് പിന്നിലായി മറ്റൊരു അടുപ്പ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്തജനങ്ങൾ മുഖാമുഖമായി നിൽക്കുന്ന നിലയിൽ അടുപ്പുകൾ ക്രമീകരിക്കേണ്ടതാണ്. സാരി, ഷാൾ, അയഞ്ഞ വസ്ത്രങ്ങൾ എന്നിവ ശരീരത്തോട് ചേർത്ത് ചുറ്റി വയ്ക്കേണ്ടതാണ്.
അത്യാവശ്യമുണ്ടായാൽ തീ അണയ്ക്കുന്നതിന് സമീപത്ത് തന്നെ വെള്ളം കരുതേണ്ടതാണ്. പെർഫ്യൂം ബോട്ടിലുകൾ, സാനിറ്റൈസറുകൾ എന്നിവ കൈവശം വെക്കരുത്. ഹൈഡ്രജൻ ബലൂണുകളും സമാന വസ്തുക്കളും തീർത്തും ഒഴിവാക്കേണ്ടതാണ്. അടുപ്പ് കത്തിക്കുന്നതിന് മുൻപായി അധികമുള്ള വിറക് സുരക്ഷിതമായി മാറ്റിവെക്കുക. പൊങ്കാലയ്ക്ക് ശേഷം അടുപ്പ് പൂർണ്ണമായി അണഞ്ഞതായി ഉറപ്പാക്കിയ ശേഷം മാത്രം സ്ഥാനം വിട്ടുപോകുക. വസ്ത്രങ്ങളിൽ തീപിടിച്ചാൽ നിലത്ത് കിടന്ന് ഉരുളുകയാണ് ചെയ്യേണ്ടത്. സമീപത്ത് നിൽക്കുന്നവർ വെള്ളമൊഴിച്ചോ കട്ടിയുള്ള തുണി കൊണ്ട് മൂടിയോ തീ അണയ്ക്കാനും ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ തീർച്ചയായും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പാലിക്കേണ്ടതാണ്. എല്ലാവർക്കും പൊങ്കാല ആശംസകൾ.